വണ്ടി എന്തിയേ? വണ്ടി വിറ്റു. വിറ്റോ? അല്ലെങ്കിൽ ഇപ്പൊ പഴയ ടാക്സികൾക്കൊന്നും ഓട്ടമില്ല. ആൾക്കാർക്ക് പുതിയ വണ്ടിയാണ് ഓട്ടം. പിന്നെ ഡീസലിന്റെ റേറ്റിലൂടെ നമുക്ക് മുതലാകുകയില്ല. സ്ഥലത്തിന്റെ കാര്യം ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വീടും കൂടിയുള്ള സ്ഥലം നോക്കണതല്ലേ നല്ലത്? വീടും കൂടി ഉള്ളതൊക്കെ നോക്കാൻ തുക എന്താകുമെന്നാ വിചാരം? നമുക്ക് രണ്ടുപേർക്കും ചുരുണ്ടുകൂടിയാ പോരല്ലോ. സ്ഥലം ആകുമ്പോ വീട് നമ്മുടെ സൗകര്യത്തിന് കുറേശ്ശെ കുറേശ്ശെ പണിയാം. വീട് പണിയാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യമാണോ? പയ്യെ തിന്നാ പനയും തിന്നാം, ഒക്കെ നടക്കൂന്നേ. എന്താ മോനെ? ആ ചേട്ടൻ തന്നെ. പേര് പി കെ ഉത്തമൻ, നാട് ചെർപ്പളശ്ശേരി, വയസ്സ് 26, വിദ്യാഭ്യാസം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ഒറ്റത്തടി, പറ്റിക്കൽ തട്ടിക്കൽ വെട്ടിക്കൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. 2 വർഷം ഗൾഫിലായിരുന്നു, ഇപ്പോൾ ലീവിലാണ്. ഉടൻ തിരിച്ചു പോകണം. അതിനു മുമ്പ് വിവാഹം നടത്തിയാൽ കൊള്ളാവുന്നുണ്ട്. ഊർമിളയാണ് വധുവായി മനസ്സിൽ കരുതിയിട്ടുള്ളത്. നേരിട്ട് പറയാൻ പേടിയുണ്ടായിട്ടല്ല, ഡ്രൈവർമാരുടെ കൈക്ക് നല്ല തഴമ്പുണ്ടാകുമെന്നറിയാം. പ്രതീക്ഷിക്കാത്ത പ്രതികരണം ഉണ്ടായാൽ തടി കേടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് ഈ കത്ത്. ഉത്തരവാദിത്വത്തോടെ ഉത്തമൻ. കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? സത്യ. തമാശക്കാരാണല്ലേ? അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ആർക്കും അറിയില്ല. അത് മുഖത്തൊരു കള്ള ലക്ഷണം ഉള്ളതുകൊണ്ടാ. പേടിക്കണ്ട, നിർത്തി എന്റെ മകളെ തനിക്ക് തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സ്ത്രീധനമായിട്ട് വലിയൊരു തുക തരാൻ. സ്ത്രീധനം ഒരു ധനമല്ലേ, പിന്നെന്തിനാ സ്ത്രീധനം? എന്തായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. പക്ഷെ അധികം വൈകിക്കാൻ പാടില്ല, ലീവ് തീരുന്നതിന് മുമ്പ്. ആ നോക്കട്ടെ, ശരി. ഒന്നും വേണ്ടാന്ന് അവൻ പറഞ്ഞെങ്കിലും ഒരു 4-5 പവനെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാ? നാട്ടുകാരെന്ത് പറയും? അവിടെ കാതലയും കഴുത്തലയും കൂടെ 2 കഷ്ടിയേ ഉണ്ടാവുള്ളൂ. വണ്ടി വിറ്റുവക പലിശയും കടവും എല്ലാം കൂടെ തട്ടിക്കഴിച്ച് കൈ കിട്ടിയത് 12,000. അത്രേ ഉള്ളൂ? പിന്നെ 62 മോഡൽ പെട്രോൾ വണ്ടി വിറ്റാ എത്ര കിട്ടുമെന്ന് അതെന്റെ വിചാരം? പവന് 4,000 വെച്ച് കണക്കാക്കണം. കല്യാണ ചെലവ് വേറെ. പിന്നെ സ്ഥലത്തിന്റെ കാര്യത്തിന് എന്ത് ചെയ്യുമെന്ന? ആദ്യം ഇത് നടക്കട്ടെ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. അവനാണെങ്കിൽ ലീവ് കുറച്ചു ദിവസം കൂടി ഉള്ളെന്നല്ലേ പറഞ്ഞത്? ആ, വരും പോലെ വരട്ടെ. എന്താ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നോക്കണേ? കണ്ണ് ശരിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. കണ്ണട വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. എനിക്കും ഉണ്ട് ഇടയ്ക്കൊക്കെ ചെറിയൊരു മൂടല്. ആ, താൻ കണ്ണട വെച്ചാൽ നന്നായിരിക്കും. കല്യാണത്തിന്റെ കടം വീട്ടണമെങ്കിൽ ഇതേ ഒന്നുകൂടെ പിടിക്കേണ്ടി വരും. എന്തായി കുഞ്ഞപ്പാ? നമുക്ക് പറ്റിയൊരു സ്ഥലം വന്ന് പെട്ടിട്ടുണ്ട്. മാന്നാനത്തുകാരൊരു മുസ്ലിമിന്റെയാ. ബെസ്റ്റ് സൈറ്റാ. നല്ല അലുവ കഷ്ണം പോലെ 1.5 ഏക്കറിന്റെ ഒരൊറ്റ പ്ലോട്ടാ. ഒരുമിച്ച് കൊടുക്കുള്ളൂ അയാൾ പറയണേ. പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോ കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടാളും കൂടി സ്ഥലം ഒന്ന് വന്ന് കാണും. പിന്നെ നാളെ ആണെന്നുണ്ടെങ്കിൽ ഉടമസ്ഥന് സ്ഥലത്തുണ്ട്, അയാളെ കൂടി വിളിക്കാം. എന്താ? ഇനിയും പോണോ ഒത്തിരി? ആ, എന്റെ തടിയിച്ചര കുറയട്ടെ. കുഞ്ഞപ്പോ ഇത് കേട്ടോ? ആദ്യമായിട്ട് പറഞ്ഞോണ്ട് തോന്നണതാ. 3-4 വട്ടം കയറി ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ഈ കുന്നൊന്നൊരു കുന്നേ അല്ലെന്ന് തോന്നും.
ഇവിടെ ഒന്ന് നോക്കിയാ നല്ല സീനറിയാ. 24 മണിക്കൂറും കാറ്റായിരിക്കും. ഈ എയർ കൂളറേ അതിരി പിടിച്ച് 10 തേക്കാണ്ട് വെച്ചു കൊടുത്താലേ 20 കൊല്ലം കഴിഞ്ഞ 15 ലക്ഷം രൂപ വെട്ടിയിറക്കാം. എനിക്ക് ഈ സ്ഥലം കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടില്ല. അതും കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ചേ കൊടുക്കുള്ളായിരുന്നു. അതെ അതെ അതെ. ഒരു ഹോട്ടൽ കെട്ടിയാലുണ്ടല്ലോ ടൂറിസ്റ്റുകളുടെ ബഹളായിരിക്കും. പിന്നെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എവിടാ സമയം? വെള്ളത്തിന്റെ കാര്യം അയ്യോ, കുന്നും പറയണമെന്നൊന്നും കരുതണ്ട. 10 അടി താത്തിയ വെള്ള പുഴയല്ലേ താഴത്തോടെ ഒഴുകണത്. വെറുതെ മണ്ടത്തരം പറയാടോ. അല്ല, ആരെങ്കിലും ഒരാള് വീട് വെച്ചാ ചുറ്റും വീടായി. അപ്പൊ പിന്നെ പഞ്ചായത്തിന്റെ വക പൈപ്പായി, ലൈറ്റായി. പഞ്ചായത്ത് ഉടനെ ഇങ്ങ് ചെയ്യും. അതെ, ഇത്തിരി ചുറ്റി വളർന്നിട്ടാണെങ്കിലും ഇവിടം വരെ വണ്ടി എത്തുമല്ലോ. മാധവേട്ടന് അതല്ലേ ഏറ്റവും വലിയ കാര്യം. അല്ല, ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെടായി ഒന്നുമില്ല, പക്ഷെ പറഞ്ഞ തോ കുറച്ച് കൂടുതലാ. ഒന്നും കിട്ടുന്നു. ഈ തോക്ക് വേറെ എവിടെ സ്ഥലം കിട്ടാനാ? മാധവേട്ടന് 5 സെന്റിന്റെ ആവശ്യമില്ലേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇത്തിരി താത്തി വാങ്ങിക്കാം. ആ വാ. പറമ്പും പരിസരവും എനിക്കിഷ്ടായി, പക്ഷെ ദൂരെ ഇത്തിരി കൂടുതല. കടത്തിറങ്ങിയ ഒരു 10-20 മിനിറ്റ് നടപ്പുണ്ടല്ലേ? മതി. താൻ എന്തായി കാണിക്കുന്നത്? എനിക്ക് വേദനിക്കുന്നില്ല. വേദനിക്കുന്നില്ലെന്നോ? അവിടെ നിറം വരെ നടന്നപ്പോ എന്റെ കാലിന്റെ അസ്ഥി പൊളിഞ്ഞു. ഇങ്ങോട്ട് നീട്ടിക്കേ. വേണ്ട, ആരെങ്കിലും കാണും. ആരും കാണത്തില്ല. പിള്ളേർ പേര് പറയാൻ പോകണം. നീ പറയുന്ന കേക്ക്. നീ എന്താ ഇനിയെങ്കിലും ഈ കൊഞ്ചലം നിർത്തി. ഭാര്യയുടെ കാലിത് മാത്രം ഏത് ഭർത്താവാടാ ഈ ലോകത്തുള്ളത്? ആളിയെന്നെങ്ങാനും കണ്ട എന്ത് വിചാരിക്കും? അവനിപ്പോ അവിടെ കാല് തീരുമാനിക്കും അല്ലേ? എന്തൊക്കെയായി പറയണേ? അല്ല, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാ ഇവനും അറിഞ്ഞിരിക്കട്ടെ. അറിഞ്ഞിരിക്കേണ്ട വേറൊരു പാർട്ടി പുറത്തുനിന്ന് ഇപ്പുണ്ട്. അച്ഛനും അമ്മയൊന്ന് കാണണമെന്ന്. ആരാ? ചെന്ന് നോക്ക്. എന്താ ചിന്ന? യാത്ര ചോദിക്കാൻ വന്നതാ. എനിക്കൊരു ജോലി കിട്ടി, സേലത്താ. എനിക്ക് വലിയ അറിവോ പഠിപ്പോ ഒന്നുമില്ല. എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യവും ആരെയും ദ്രോഹിക്കാൻ ഇടവരുത്തില്ല ഈശ്വര എന്ന പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. ഗീത എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരും. അതുവരെ ഒരു പുരുഷൻ ആദ്യം വേണ്ടത് ധൈര്യ, പിന്നെ പഠിപ്പ്. കോളേജൊക്കെ പഠിച്ചുകൊണ്ട് വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിന്റെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. എൻ്റെ മകളെ അവൾ ഇഷ്ടപ്പെടുന്ന, പട്ടിണി കൂടാതെ അവളെ നോക്കുന്ന ഒരുത്തൻ്റെ കൂടെ അയക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇത് രണ്ടും നിനക്കുണ്ട്. മറിച്ചൊരു അഭിപ്രായം ഇവൾക്കുണ്ടാകുന്നത് വരെ ഇവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. നീ ധൈര്യമായിട്ട് പോയി വാ. എനിക്ക് അമ്മയില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ചേച്ചിയുടെ വയലറ്റ് സാരി എന്തി? അതിന്റെ ഒരു സൈഡ് കത്തിപ്പോയി. മോക്ക് ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തിരിക്കുക. അയ്യർക്ക് ഒഴിവാണോ? ആമാ, മുതലാളി മകൾ കുഴന്തയ്ക്ക് മാമോദിസ. മാമോദിസ ഭയങ്കര വിശേഷല്ലേ? ரொம்ப കേമ. 1000 പേർക്ക് സദ്യ. എന്നിട്ടെന്താ അയ്യര് പോവാഞ്ഞേ? ഞാൻ இந்த ഇറച്ചി ഒന്നും സാപ്പിടാതെ വാന്തി എടുക്ക്, ഛർദിക്കും. അമ്മ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. എടുത്തേ, ഞങ്ങളൊന്ന് പുറത്ത് വിട്ടു തരാം. എന്ന പടം? ഇംഗ്ലീഷാ. മാമി വരുന്നോ? നമുക്ക് എവിടെ നേരം? വാ. മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് കണ്ടില്ലേ? ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെ പോലെ ഒരുത്തി വീട്ടിൽ നിൽക്കുമ്പോഴാ അവരുടെയൊക്കെ ഒരു നെകളിപ്പ്. ഇവിടെ ആരുമില്ലേ?
ആരാ? വിദ്യ എന്നല്ലേ പേര്? അതെ. ഞാൻ പ്രസാദിന്റെ അമ്മയാ. എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. വരൂ, അകത്തേക്കിരിക്കാം. വരൂ അമ്മേ. അമ്മ ഇരിക്കൂ. വേണ്ട, ഇരിക്കുന്നില്ല, തിരക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. വിദ്യക്ക് എൻ്റെ ഇളയ മോളുടെ പ്രായമേ ഉള്ളൂ. മോളുടെ അമ്മയാണ് പറയുന്നതെന്ന് കരുതി അമ്മയൊന്ന് സഹായിക്കണം. കാര്യങ്ങളൊക്കെ മോക്കറിയാലോ. മോളെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ ഏട്ടൻ്റെ മോളാ പ്രസാദിന്റെ ഭാര്യ. നിങ്ങൾ വീട്ടിൽ വന്നു പോന്നേ പിന്നെ അവൾ ആകെ തകർന്നു പോയി. ഒക്കെ മനസ്സിലടക്കി പിടിച്ച് നടക്കുന്ന ഒരു പാവ അവള്. എൻ്റെ ഏട്ടനും പ്രസാദിന്റെ അച്ഛനും ബദ്ധ ശത്രുക്കളെ പോലെയായി. കുടുംബം ആകെ തകർന്നു നിൽക്കുക. എട്ടും പൊട്ടും തിരിഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുഞ്ഞാ പ്രസാദിനുള്ളത്. അതിന്റെ ഭാവിയെ കരുതിയെങ്കിലും പ്രസാദിനെ മോള് വിട്ടുതരണം. എന്റെ മോളെ പോലെ കരുതി പറയേ. പറ്റില്ല എന്ന് പറയരുത്. മോടെ കാല് പിടിക്കാൻ ഞാൻ. അമ്മേ, വിദ്യ, വിദ്യ, നിനക്ക് നൊന്തല്ലടി കഴിവാണ മോളെ. എനിക്കിത് വേണം. നിന്നെ പോലൊരു തേർഡ് റേറ്റ് വേശ്യയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും കെട്ടുതാലിയിട്ട് ഭാര്യയും കുഞ്ഞിനെയും വിട്ടെറിഞ്ഞിട്ട് വന്ന എനിക്കിത് വേണം. അത്തയെ പിടിച്ചാ ഞാൻ മെത്തയെ കത്തി. എനിക്കിത് വേണം. എന്തിനാടി പുല്ലേ നിന്ന് കരയണത്? ഞാൻ പോയേക്കാം. നിന്നെ ഈ ജന്മം എന്റെ മുമ്പ് കണ്ടുപോരുത്. പ്രസാദ് സാറേ, എന്തിനാ വിദ്യ നമ്മളെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്? പടച്ചോനെ, പെണ്ണിന്റെ മനസ്സൊരു വല്ലാത്ത പൊല്ലാപ്പ് തന്നെയാണേ.